പിറവത്ത് പോലീസുകാരുടെ പാർപ്പിട പ്രശ്നം ഗുരുതരമാകുന്നു. ചോർന്നൊലിച്ചും ജീർണിച്ചും ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ഇവിടെയുള്ള പോലീസ് ക്വാർട്ടേഴ്സുകൾ. സുരക്ഷിതമായി താമസിക്കാൻ ഇടമില്ലാത്തതിനെ തുടർന്ന് സ്വന്തം പോക്കറ്റിൽ നിന്നും പണം മുടക്കിയും വാടക വീടുകൾ തേടിയും വലയുകയാണ് പിറവത്തെ പോലീസുകാർ. നാട്ടിലെ കള്ളന്മാരെ പിടിക്കാനും ക്രമസമാധാനം നിലനിർത്താനുമായി രാപ്പകലില്ലാതെ ഓടുന്ന പിറവത്തെ പോലീസുകാർക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കണമെങ്കിൽ ഇനി പാടുപെടണം. കാരണം പോലീസുകാർക്കായി പണിതുയർത്തിയ ക്വാർട്ടേഴ്സുകളെല്ലാം ഇന്ന് ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. പിറവം ഇൻസ്പെക്ടർ ഓഫീസിന്റെ പിറകിലുള്ള 2 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് 2 മുറികളും അടുക്കളയുമുള്ള ഈ കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. മുൻപ് കൂത്താട്ടുകുളം, മുളന്തുരുത്തി, ചോറ്റാനിക്കര എന്നീ സ്റ്റേഷനുകൾ ഉൾപ്പെട്ടിരുന്ന പിറവം സർക്കിൾ സ്റ്റേഷൻ നിലവിൽ വന്ന സമയത്താണ് ഇവിടെ 12 ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. എന്നാൽ പിന്നീട് കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകാത്തതിനെ തുടർന്ന് കെട്ടിടങ്ങളെല്ലാം ജീർണാവസ്ഥയിലായി. ഓടുമേഞ്ഞ ഈ കെട്ടിടങ്ങളിൽ ചോർച്ച രൂക്ഷമായതോടെ പട്ടികകളും കഴുക്കോലുകളും ചിതലരിച്ചു നശിച്ചു. ഇതോടെ ഭൂരിഭാഗം താമസക്കാരും ഇവിടം ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. നിലവിൽ വെറും 2 ക്വാർട്ടേഴ്സുകളിൽ മാത്രമാണ് ആളുകൾ ഉള്ളത്. ഇവിടെ 10 വർഷത്തോളമായി താമസിക്കുന്നവർ സ്വന്തം കൈകളിൽ നിന്നും 30,000-ഓളം രൂപ ചെലവഴിച്ചാണ് താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തിയത്. ഈ കെട്ടിടങ്ങൾക്ക് ചുറ്റും ഏതു നിമിഷവും കടപുഴകി വീഴാവുന്ന കൂറ്റൻ മരങ്ങളാണ് നിൽക്കുന്നത്. മരം മുറിച്ചു മാറ്റുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ അധികൃതർ എത്തിയെങ്കിലും പരിശോധന നടത്തി മടങ്ങിയതല്ലാതെ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പുത്തൻകുരിശ് DYSPയുടെ കീഴിലുള്ള പിറവം സ്റ്റേഷനിൽ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും ഉൾപ്പെടെ 52ഓളം പോലീസുകാരാണ് നിലവിൽ ജോലി ചെയ്യുന്നത്. ഇവരെല്ലാം ഇപ്പോൾ താമസത്തിനായി വാടക വീടുകൾ തേടി അലയേണ്ട ഗതികേടിലാണ്. കാലപ്പഴക്കം കൊണ്ട് തകർന്ന ഈ കെട്ടിടങ്ങൾ പൂർണ്ണമായി പൊളിച്ചു മാറ്റി പകരം ഇവിടെ ഫ്ളാറ്റ് മാതൃകയിൽ പുതിയ ക്വാർട്ടേഴ്സ് നിർമ്മിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകൂ. കാടുകയറി മൂടിക്കിടക്കുന്ന ബാക്കി സ്ഥലം പരേഡ് ഉൾപ്പെടെയുള്ള മറ്റാവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താനും സാധിക്കും. എന്നാൽ കെട്ടിടങ്ങൾ താമസയോഗ്യമല്ല എന്ന് കാണിച്ച പൊതുമരാമത്ത് അധികൃതർ സർവേ റിപ്പോർട്ട് നൽകിയാൽ മാത്രമേ ഇതിനുള്ള നടപടികൾ ആരംഭിക്കാൻ കഴിയൂ. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ഇപ്പോഴും കണ്ണടച്ചിരിക്കുകയാണെന്നാണ് പരസ്യമായ ആക്ഷേപം. 60ഓളം വർഷം പഴക്കമുള്ള 10-18ഓളം ക്വാർട്ടേഴ്സുകളുള്ള ഒരു പോലീസ് സ്റ്റേഷനായിരുന്നു. കാലപ്പഴക്കം കൊണ്ട് ഇന്ന് ഈ പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ കാണുന്ന ഈ മരങ്ങളും ജീർണിച്ച അവസ്ഥയിലുള്ള കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റി നല്ലൊരു ഫ്ലാറ്റ് സമുച്ചയം പണിയുകയും നല്ലൊരു കളിക്കളങ്ങൾ സ്ഥാപിക്കുവാനും നല്ല പോലീസ് സ്റ്റേഷൻ പോലും ഒന്ന് പുതുക്കിപ്പണിത് അത്യാധുനിക രീതിയിലുള്ള പോലീസ് സ്റ്റേഷനാക്കി ഇവിടെ നിന്നും കൈവിട്ടു പോയ DYSP ഓഫീസ് തിരിച്ച് പിറവത്തിന് കൊണ്ടുവരുവാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഏകദേശം 3 ഏക്കറോളം വരുന്ന സ്ഥലമുള്ള പോലീസ് സ്റ്റേഷൻ ആണിത്. ഇന്ന് ഏറ്റവും ശോച്യാവസ്ഥയാണ്. ഇതിലെ മരങ്ങൾ വളർന്നു കെട്ടിടങ്ങൾ നിലംപൊത്തിയുമൊക്കെ ഈ തൊട്ട അയൽവക്കവാസികൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഇതിന് ഇപ്പോഴത്തെ ഈ മന്ത്രിസഭയിൽ നിന്ന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തി ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള ഫ്ലാറ്റ് സമുച്ചയവും പോലീസ് സ്റ്റേഷനും ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു DYSP ഓഫീസൊക്കെ വരണമെന്നാണ് ഒരു വാർഡ് കൗൺസിലർ എന്നുള്ള നിലയിലും ഈ നാട്ടിലെ ഒരു ജനപ്രതിനിധി ഉള്ള നിലയിലും ഒക്കെ ഒരു വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പിറവം. സ്നേഹം പൊന്നണിയട്ടെ. 7's ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.